മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്കാൽപ്പിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ്. താരൻ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ചൊറിച്ചിലുണ്ടാകും, ആയിട്ട് വരാം, അല്ലെങ്കിൽ പൊട്ടൽ പോലെ പുറത്തേക്ക് വരാം. അപ്പോൾ ഇതൊരു വലിയ അസ്വസ്ഥതയാണ്. ഇത് ഭക്ഷണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത്തരം പ്രശ്നമുള്ളവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്ന്, ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പഞ്ചസാര ചേർന്നിട്ടുള്ള സംസ്കരിച്ച കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ കാര്യങ്ങൾ. ഇവയൊക്കെ തന്നെ ഒരു പ്രത്യേകതരം ഫംഗസിൻ്റെ അല്ലെങ്കിൽ മെലാസേസിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകം ഫംഗസിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. ഇതാണ് പ്രധാനമായിട്ടും തലയിൽ താരനുണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ വളർച്ച കുറക്കാൻ വേണ്ടി പൂർണ്ണമായിട്ടും റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായിട്ട് പാലുൽപ്പന്നങ്ങളാണ്. പാലുൽപ്പന്നങ്ങൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള താരൻ പോലെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇൻഫ്ലമേഷൻ സാധ്യതകൾ ഉണ്ടാക്കാൻ പോലും പാലിന് കഴിയും. അതുകൊണ്ട് തലയിൽ ധാരാളം താരനുള്ളവോ സബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നമുള്ളവരോ ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. മൂന്നാമതായിട്ട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള സീബത്തിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന വ്യത്യാസം, ആ വ്യത്യാസം ഉണ്ടാക്കുന്ന വഴിയും തലയിൽ കൂടുതലായിട്ട് താരൻ വളരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ വർജിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മദ്യവും കഫെയിനുമാണ്. തീർച്ചയായിട്ടും മദ്യവും കഫെയിനും ഒക്കെ നമ്മുടെ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്കാൾപ്പ് ഡ്രൈനസ് ഉണ്ടാവും. അങ്ങനെ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് ഫ്ലേക്സ് ഫോർമേഷൻ അല്ലെങ്കിൽ താരം കൊണ്ടുണ്ടാകുന്ന പൊട്ടലുകൾ അധികമായിട്ട് വരാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ ജങ്ക് ഫുഡ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കേണ്ടിയിരിക്കുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കുറയ്ക്കുകയും അത്തരത്തിലൊരു ന്യൂട്രീഷൻ ലാഗ് അല്ലെങ്കിൽ പോഷക വസ്തുക്കൾ ശരീരത്തിൽ കുറയുകയും ഇത്തരത്തിൽ പോഷക വസ്തുക്കളുടെ കുറവ് നമ്മളെ പിന്നീട് ഇൻഫെക്ഷൻസിലേക്കും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസിലേക്കും എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പറയുന്ന 5 കാര്യങ്ങൾ നിർബന്ധമായിട്ടും താരനുള്ള ആൾക്കാർ വർജിക്കേണ്ടത് അത്യാവശ്യമാണ്.